കുട്ടനാട്ടിൽ നടക്കുന്ന വി.എസ്. അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിൽ മുൻകാല കർഷക തൊഴിലാളി നേതാക്കളുടെ പേരില്ലാതെ നോട്ടീസ്. ജി സുധാകരൻ, ഡി ലക്ഷ്മണൻ എന്നിവരടക്കമുള്ളവരാണ് ഒഴിവാക്കപ്പെട്ടത്. സുധാകരൻ ദീർഘകാല കുട്ടനാട് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയും കർഷക തൊഴിലാളി മാസികയുടെ എഡിറ്ററുമായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ കഴിഞ്ഞ ദിവസം സുധാകരന്റെ വീട്ടിൽ എത്തിയിരുന്നുവെങ്കിലും ക്ഷണിക്കുകയോ നോട്ടീസ് കൈമാറുകയോ ചെയ്തില്ല. ചടങ്ങിൽ സുധാകരൻ പങ്കെടുത്തേക്കില്ല. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടരുന്ന ജി സുധാകരന്റെ പോര്. ഇപ്പോഴിതാ ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തെ ക്ഷണിച്ചില്ല, വി.എസ്. അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിൽ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ ജി സുധാകരൻ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഭവ്യ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴയിൽ ജി സുധാകരനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളും അതിന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ഒക്കെ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി ജി സുധാകരനെ അവിടെ നടക്കുന്ന, അതായത് വി.എസ്. അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പുരസ്കാര ചടങ്ങിലേക്ക് ക്ഷണിച്ചു. അത് ക്ഷണിക്കാനായാണ് താൻ സുധാകരന്റെ വീട്ടിലെത്തിയത് എന്നാണ് വ്യക്തമാക്കിയത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ ആ പരിപാടിക്കായി എത്തിയ വി.എസ്. ജില്ലാ സെക്രട്ടറി ആർ നാസർ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പരിപാടിയിൽ പങ്കെടുക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ എത്തണമെന്നോ അല്ലെങ്കിൽ നോട്ടീസിൽ ആശംസ നൽകുന്നവരുടെ ലിസ്റ്റിൽ പോലും അദ്ദേഹത്തിന്റെ പേര് പോലും ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം CPM ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ. ജി സുധാകരൻ കുട്ടനാട് കേന്ദ്രീകരിച്ച്, അതായത് കുട്ടനാട് കർഷക തൊഴിലാളി യൂണിയന്റെ ദീർഘകാല പദവി വഹിച്ചിട്ടുള്ള ആളാണ്. ഒപ്പം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഡി ലക്ഷ്മണൻ അടക്കമുള്ള ആളുകൾ കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആലപ്പുഴയിലെ സീനിയർ നേതാക്കളാണ്. അപ്പോൾ കുട്ടനാട്ടിൽ വെച്ച് കർഷക തൊഴിലാളി മാസികയുടെ അവാർഡായാണ് വി.എസ്. അച്യുതാനന്ദന് അത്തരത്തിലൊരു അവാർഡ് നൽകുന്നത്. ആ അവാർഡിലാണ് ജി സുധാകരൻ അടക്കമുള്ള ആളുകൾ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ പ്രത്യേകിച്ച് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി M.A. ബേബി, ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി M. ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ പരിപാടിയിലാണ് ഇത്തരത്തിൽ സീനിയർ നേതാക്കളെ, ഇത്തരത്തിൽ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ എത്തുമ്പോൾ ഒരു നോട്ടീസിൽ ഒരു പേര് പോലും ഇല്ലാതെ താൻ എങ്ങനെ പങ്കെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അതായത് ദീർഘകാലമായി ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് പാർട്ടി തലത്തിൽ നിന്ന് അവഗണന നേരിടുന്നു എന്ന് ഉള്ള ഒരു പരാതി ജി സുധാകരനുണ്ട്. ആ പരാതിക്ക് കുറച്ചുകൂടി ഒരു കഴമ്പേകുന്ന രീതിയിലാണ് ഇത്തരത്തിൽ വി.എസ്.ന്റെ പുരസ്കാര ചടങ്ങിൽ അദ്ദേഹത്തെ ക്ഷണിച്ചുവെന്ന് പാർട്ടി നേതൃത്വം പറയുന്നു. പക്ഷേ അങ്ങനെയല്ല, താൻ അവിടെ എത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. താൻ അവിടെ എത്തണമെന്ന് ആരും ക്ഷണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ആ നോട്ടീസിൽ തന്റെ പേര് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് പങ്കെടുക്കുന്നതെന്നുള്ള ഒരു മറുചോദ്യം ജി സുധാകരൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് നേരത്തെ തന്നെ കരുനാഗപ്പള്ളിയിൽ അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് ഇന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതേ സമയത്ത് തന്നെയാണ്. അപ്പോൾ ആ പരിപാടിയിൽ പ്രധാന ഉദ്ഘാടകനടക്കമായാണ് ജി സുധാകരനെ ക്ഷണിച്ചിട്ടുള്ളത്. അത് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തൊരു പരിപാടിയുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങളൊക്കെ, അതായത് നമുക്കറിയാം 4 വർഷങ്ങൾക്ക് മുമ്പ് ജി സുധാകരനുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴയിൽ ഇട്ടിസലാം നൽകിയ പരാതിയുടെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, സംസ്ഥാന കമ്മിറ്റിയുടെ രഹസ്യ റിപ്പോർട്ടായ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരുന്നു. അത് 4 വർഷത്തിന് ശേഷം പുറത്തു വന്നത് തന്നെ അവഹേളിക്കാനും ഒപ്പം തന്നെ അത്തരത്തിൽ തന്നെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു നീക്കമാണ് എന്ന് ജി സുധാകരൻ പറഞ്ഞു. അത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക്, കടുത്ത അമർഷത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിലായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അതായത് പാർട്ടി നേതൃത്വത്തെയും ജി സുധാകരനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ അടക്കം തുറന്നു പറയുകയും CS സുജാതയും ഒപ്പം തന്നെ ആർ നാസറും ജി സുധാകരന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തത്. എന്നാൽ ആ ഒരു വീട്ടിലേക്ക് എത്തിയ ഘട്ടത്തിൽ പറഞ്ഞത് ഈ പരിപാടിയിൽ, അതായത് വി.എസുമായി ബന്ധപ്പെട്ടുള്ള അവാർഡ്, കർഷക മാസികയുടെ അവാർഡ് നൽകുന്നതിന് വേണ്ടിയാണ് ആ ഒരു പുരസ്കാര ചടങ്ങ് SRPക്കാണ് നൽകുന്നത്. SRP ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കർഷക തൊഴിലാളി യൂണിയന്റെയും ഒപ്പം തന്നെ കുട്ടനാട് താലൂക്കിന്റെയും CPM കുട്ടനാട് താലൂക്കിന്റെയും ദീർഘകാല സെക്രട്ടറി ആയിരുന്നു ജി സുധാകരൻ. അങ്ങനെ SRPക്ക് അത്തരത്തിൽ ഒരു പുരസ്കാരം നൽകുമ്പോൾ തീർച്ചയായും ക്ഷണിക്കപ്പെടേണ്ട ആളുകളാണ് ജി സുധാകരനും
ഡി ലക്ഷ്മണനും അടക്കമുള്ള നേതാക്കന്മാർ. പക്ഷേ അവരുടെ ആരുടെയും പേര് പോലും പരാമർശിക്കപ്പെടാത്തൊരിടത്ത് എങ്ങനെ എത്തുമെന്നുള്ള ചോദ്യം അതാണ് ശരണ്യ. നമുക്കറിയാം, ഈ നേതൃത്വവുമായി പരസ്യ പോരിലേക്ക് കടന്നപ്പോൾ പോലും ഒരു അച്ചടക്ക വടിയെടുക്കാതെ തീർക്കാനാണ് നേതൃത്വം അവിടെ ശ്രമിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ഇത് അവസാനിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ജി സുധാകരന്റെ പേര് നോട്ടീസിൽ ഇല്ലാത്തത് മനഃപൂർവ്വം എന്ന് തന്നെയാണോ അദ്ദേഹം മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പരിപാടിക്ക് അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യത അത് വളരെ കുറവല്ലേ? എന്താണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്? ഭവ്യ, പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പല ഘട്ടങ്ങളിലായി പാർട്ടി പരിപാടികൾ, CPM ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടം, ഒപ്പം തന്നെ ആലപ്പുഴയിലെ വിവിധ പരിപാടികൾ നടക്കുമ്പോൾ ബോധപൂർവം ജി സുധാകർ, പ്രത്യേകിച്ച് CPM സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് ജി സുധാകരനൊപ്പം തന്നെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വളരെയധികം അംഗീകാരമുള്ള ഒരു പാർലമെന്റേറിയൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ബ്രാഞ്ച് തലത്തിലാണ് ജി സുധാകരൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സീനിയർ ലീഡർഷിപ്പ് ഒരിക്കലും അവഗണിക്കാൻ CPM-നാകില്ല. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, സംസ്ഥാന നേതൃത്വം അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുമ്പോൾ പോലും ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വം ജി സുധാകരനെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ജി സുധാകരൻ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോയത്. അതായത് സൈബർ ആക്രമണം അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ഉണ്ടായിരുന്നു. അതിൽ തന്നെ പാർട്ടി അംഗത്വമുള്ള ലോക്കൽ കമ്മിറ്റിയിലുള്ളവർ, ഏരിയ കമ്മിറ്റിയിലുള്ളവർ, അങ്ങനെ പാർട്ടി കേഡർമാരായ ആളുകൾ ആണ് കൃത്യമായി ഇത്തരത്തിൽ നവമാധ്യമങ്ങളുടെ വളരെ മോശമായ ഭാഷയിൽ ജി സുധാകരനെ അപമാനിക്കുന്നത് എന്നുള്ളതാണ്. അത് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററുകളാണ് അതിന് പിന്നിൽ എന്ന് ജി സുധാകരൻ തുറന്നടിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം ഇതൊരു വലിയ ചർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് മറുപടിയും എച്ച് മറുപടി വന്നു. അതിന് പിന്നാലെ ജി സുധാകരൻ സജി ചെറിയാനെതിരെയും തുറന്നു അടിച്ചു. അതായത് തന്നെ തിരുത്താനുള്ള പ്രത്യയശാസ്ത്ര ബോധമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സജി ചെറിയാൻ ഉണ്ടെന്ന് ജനം വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പം അതിന് ഏറ്റവും ഒടുവിലാണ് ഈ കഴിഞ്ഞ 4 വർഷം മുമ്പ് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ ഒരു റിപ്പോർട്ട്, 4 വർഷങ്ങൾ, അതും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നൽകിയ രഹസ്യ റിപ്പോർട്ടായിരുന്നു അത് എന്നുള്ളതാണ്. നൽകിയ ശേഷം തിരികെ വാങ്ങിയ നേതാക്കന്മാരിൽ നിന്ന് തിരികെ വാങ്ങിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ പകർപ്പ്, ആ രഹസ്യരേഖ 4 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വന്നതിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാരാചരണ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ വാരാചരണ ആഘോഷങ്ങളുടെ നോട്ടീസിലും ജി സുധാകരന്റെ പേരില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ശരി, ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.